ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കാസാക്കൂസന്മാരൊക്കെ ഏതോ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുക കേട്ടോ. കേരളത്തിലും ഇന്ത്യയിലും അടക്കം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരക്ഷരം പോലും മിണ്ടാൻ ഈ വേട്ടാവളിയന്മാരൊന്നും ഈ മാളത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി വരും. ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് സുഡാനിലും അങ്ങ് അന്റാർട്ടിക്കയിലും ക്രൈസ്തവ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ നാറുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇനി അങ്ങോട്ട് തുണി അഴിച്ചിട്ട് അങ്ങോട്ട് ആടാൻ തുടങ്ങും. ഇന്ത്യയിലടക്കം ലോകത്തെമ്പാടും ക്രൈസ്തവ സമൂഹം ഇന്നലെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഈ ക്രൈസ്തവ സഹോദരങ്ങൾ സന്തോഷത്തോടുകൂടി ഇരുന്നുകൊണ്ട് അവരുടെ കുടുംബമായിട്ട് ഇരുന്നുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ പല സ്ഥലത്തും അവർക്ക് സാധിച്ചിട്ടില്ല. പല സ്ഥലത്തും ക്രിസ്മസ് പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ സംഘപരിവാറിന്റെ തീവ്രവാദികളായിട്ടുള്ള ഈ വൃത്തികെട്ട നാറുകൾ ഇരച്ചു കയറുകയും അവരെ ഭയപ്പെടുത്തുകയും അവരതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ അതിൻ്റെ ഈ 2 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും കണ്ടിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഈ പരമനാറികളാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ കരോള് നടത്തിയ ചെറിയ കുട്ടികളെയാണ് ഈ പാലക്കാടിന്റെ BJPയുടെ ഒരു വേട്ടാവളിയൻ പറഞ്ഞു. അതുപോലെ ഷോൺ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന ആ വൃത്തികെട്ട കൂതറയും പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഈ കരോള് നടത്തിയവര് മദ്യപിച്ചിട്ടാണ് നടത്തിയത്, അതുകൊണ്ട് അങ്ങനെ കരോള് നടത്തുകയാണെങ്കിൽ തല്ല് വാങ്ങിക്കുമെന്ന് ഈ പറഞ്ഞവന് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ സമൂഹം ഇവനെ ഒറ്റപ്പെടുത്തണം. കാരണം ഇവൻ യൂദാസിന്റെ സന്തതിയാണ്. അച്ഛനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് നടന്നിട്ടുള്ള ഈ ഒരു സംഭവം ഈ വേട്ടാവളിയൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, അവനിട്ട് അറിയാനും മേല. ഇവൻ ഈ ഭൂമിയിലേ അല്ലായിരുന്നു ഈ 3-4 ദിവസമായിട്ട്. ഒന്ന് കേട്ടിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഈ പാലക്കാട് മറ്റൊരു വിഷയം, ശ്രീകൃഷ്ണകുമാർ ഈ കുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മദ്യപിച്ചിട്ടാണ് വന്നത് കരോൾ നടത്തിയതെന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം പാലക്കാട് നിന്ന് കണ്ടില്ല. പരാമർശം കണ്ടില്ല. അത്തരത്തിലുള്ള സാധനം ഉണ്ടോ? BJP പ്രവർത്തകനാണ് പിടിയിലായിട്ടുള്ളത്. എവിടെ പിടിയിലായി? പാലക്കാട് കരോൾ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കരോൾ സംഘമേ അവിടുത്തെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് DYFIയുടെ കരോൾ സംഘമാണോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചത്. അറിയില്ല, നോക്കാം, അന്വേഷിച്ചു നോക്കാം. നിങ്ങളും അന്വേഷിച്ചു നോക്കും, ഞാനും അന്വേഷിക്കാം. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഈ പാലക്കാട് നടന്ന സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴത്തെ മരപ്പൊട്ടന്മാർക്കാണ് പാദസേവ ചെയ്യാൻ വേണ്ടി ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോകുന്നത്. ഇനി ടോം വടക്കൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ, ഈ വേട്ടാവളിയൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കുക. കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കമന്റ് നിങ്ങൾ കൊടുക്കണേ കേട്ടോ. ഉത്തർപ്രദേശിൽ നിന്ന് പ്രവൃത്തി ദിനമായി ആചരിക്കുന്നത് ശരിയാണ്. പ്രത്യേകിച്ച് കാലങ്ങളായി, വർഷങ്ങളായി ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു അവധി ദിവസം തന്നെയാണ്. എല്ലാവരും ഒത്തുചേരാൻ വേണ്ടി കൂടിയാണ് ആ ദിവസം ആ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നത്. പക്ഷേ അതൊരു പ്രവൃത്തി ദിനമായി പ്രഖ്യാപിക്കുക, അത് ശരിയാണോ? ഇതിൽ 2-3 കാര്യമുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് ഡേ. അപ്പോൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിലായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ക്രിസ്മസ് ആയിട്ട് കണക്റ്റഡ് അല്ല. ഇത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഇഷ്യൂസിനെയാണ്. ക്രിസ്മസ് ആ സർക്കാരിനെ പരിഗണിക്കാമായിരുന്നല്ലോ. ഇത് രണ്ട് ഓണം ആക്കിയാൽ അത് ശരിയാണോ? ഓണത്തിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓണം ഒരു സെക്യുലർ ഫെസ്റ്റിവലാണ്. കേരളം മാത്രമല്ല പലയിടത്തും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്രിസ്മസ് അങ്ങനെയാണ് ആണ്. അപ്പൊ ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു? കോൺഗ്രസ് പാർട്ടിയുടെ KPCC ഓഫീസിൽ പ്രശ്നങ്ങളുണ്ട്. അവരവിടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നെറേറ്റീവ് ബിൽഡിംഗ് നിർത്താൻ പറയും അവരോട്. ഇപ്പൊ നാളെ കേരളത്തിൽ ഒരു CPM പ്രവർത്തകന്റെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാരാണെന്നിരിക്കട്ടെ, അവർ ഈ ഓണം അത് പ്രവൃത്തി ദിനമാക്കിയാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? നോക്കൂ, ഇതൊക്കെ പോസിബിലിറ്റീസ് ആൻഡ് ഇമ്പോസിബിലിറ്റീസ് ആണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ചെയ്താൽ എന്തുവരും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ കേക്ക്, അങ്ങനെ ചെയ്താൽ എന്തുവരും? ഇവിടെ ഞാൻ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പാരലലായിട്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് വന്നിരിക്കുന്നു. ഓണത്തിന് നിങ്ങൾ ഇത് കണക്ട് ചെയ്യാൻ നോക്കരുത്. ക്ലിയർ കട്ട് നെറേറ്റീവ് ബിൽഡിംഗ് ആണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന്. അതിനെപ്പറ്റി സംശയമൊന്നും വേണ്ട. ഇതുപോലത്തെ പോങ്ങന്മാര് ദയവ് ചെയ്ത് എൻ്റെ ക്രൈസ്തവ സമൂഹമെ നിങ്ങൾ പള്ളിയെന്നല്ല, നിങ്ങളുടെ വീടിൻ്റെ ഒന്ന് 7 അയലത്ത് പോലും അടുപ്പിക്കാൻ പാടില്ല. അതായത് ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ടല്ലേ പൊതു അവധി പ്രഖ്യാപിക്കുന്നത്. ആ അവധിയാണ് UP സർക്കാർ എടുത്ത് ദൂരക്കളഞ്ഞിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞത്. ഇവനെയൊക്കെ വെളുപ്പിച്ച് വരുന്നത് ഇതുപോലുള്ള പോങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. ഈ സമുദായത്തിന് തന്നെ ശാപമാണ്. ഗൾഫ് GCC കൺട്രിയിൽ 2-3 സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് അവധി പ്രഖ്യാപിച്ചു. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇനി ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഒരു പള്ളിയിൽ അച്ഛൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ക്രൈസ്തവ പുരോഹിതന്മാരുടെ അടുത്ത് പോയിട്ട് കേക്കും വീഞ്ഞും കൊടുക്കുന്നു. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പള്ളിമേട കയറിക്കൊണ്ട് അപ്പവും വീഞ്ഞും കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് അച്ഛൻ പറയുന്നത് എന്താണ്, അച്ഛൻ കൊടുക്കുന്ന മറുപടി എന്താണ് എന്നൊന്ന് കേട്ടോക്കാം. ഇന്ന് രാവിലെ
നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. പക്ഷേ എനിക്കിത് ഒട്ടും സന്തോഷം തോന്നുന്നില്ല. ഇതൊരു പ്രാർത്ഥനാ നയതന്ത്രം എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇവിടെ കേക്ക് നയതന്ത്രം, അതിന്റെ മറ്റൊരു രൂപം പ്രാർത്ഥനാ നയതന്ത്രം. ഈ പ്രാർത്ഥനാ നയതന്ത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ അർത്ഥമാക്കുന്നത്? ഇനി വരാൻ പോകുന്ന ഇലക്ഷന് മുമ്പുള്ള ഒരു നയതന്ത്ര കാര്യങ്ങൾ മാത്രമേ ഇതുള്ളൂ. ഇതിലെന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാജധർമ്മമാണ്. രാജധർമ്മം എന്താണ്? ഈ രാജ്യത്തിലെ ഓരോ പൗരന്റെയും സുരക്ഷയാണ്, തുല്യനീതിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്തല്ലേ ഈ കരോൾ ആക്രമണം നടന്നത്? അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ പല ഭാഗത്തും അദ്ദേഹം ഇത് അറിയാഞ്ഞിട്ടാണോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇത്ര മണിക്കൂറായിട്ടും ഈ പറഞ്ഞ ആരുടെ നേരെയും ഒരു അറസ്റ്റോ ഒന്നും നടന്നിട്ടില്ല. പഞ്ചു ഭാർഗവ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് BJPയുടെ. ആക്രമിച്ചത് ആരെയാണ്? ഒരു പ്രാർത്ഥനാ സംഘത്തിലെ കാഴ്ച പരിമിതിയുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ അത് പല രീതിയിൽ അത് ക്രൈമാണ്. പക്ഷെ എന്തെങ്കിലും നടന്നോ? ഛത്തീസ്ഗഡിൽ ഈ ദിവസങ്ങളിൽ എത്രമാത്രം ക്രൈസ്തവ വിഭാഗത്തിനെതിരെ ബന്ദ് നടത്തുന്നു. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അറിയുന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് കേരളത്തിന്റെ BJP നേതാവ് പറഞ്ഞെന്താണ്? ചില വട്ടന്മാരുടെ ഒരു പ്രശ്നമാണ് ഇതെന്നാണ്. ഈ വട്ടന്മാരെ നിലക്ക് നിർത്തുന്നത് ആരാണ്? ഈ ഈ രാജ്യമല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണകൂടമല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? അരമനകളിൽ വന്ന് കേക്ക് തരാനും അതുപോലെ തന്നെ കത്തീഡ്രലിൽ പോയി വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ എളുപ്പമാണ്. അരമനകളിൽ ക്രിസ്മസ് ആഘോഷം എളുപ്പമാണ്. പക്ഷെ നമുക്കിവിടെ ക്രിസ്മസിന്റെ സുരക്ഷ വേണ്ടത് കാലിത്തൊഴുത്തിലാണ്. രക്ഷകൻ ജനിച്ചതും കാലിത്തൊഴുത്തിലാണ്. ഈ കാലിത്തൊഴുത്തിൽ സുരക്ഷ കൊടുക്കാതെ അരമനകളിലും കത്തീഡ്രലുകളിലും ക്രിസ്മസ് ആഘോഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ ക്രിസ്ത്യാനികളെ പറ്റി മാത്രമല്ല പറയുന്നത്, അത് ഇവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ ന്യൂനപക്ഷങ്ങളിൽ കൂട്ടത്തിൽ ദളിതരുണ്ട്, സ്ത്രീകളുണ്ട്, ആക്രമിക്കപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് മാത്രം ചുരുക്കരുത്. UP-യിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷം നടക്കുമ്പോൾ മുസ്ലിം പള്ളികൾ മറയ്ക്കണമെന്ന് ഉത്തരവ് കൊടുക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണിത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇത് അറിയുന്നില്ലേ? നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇത് അറിയുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ ആശങ്കയും ദുഃഖവുമാണുള്ളത്. ഒരു ക്രൈസ്തവ പുരോഹിതനാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കേണ്ടത് ക്രിസ്സംഖ്യകളായിട്ടുള്ള ചില വേട്ടാവളിയന്മാരുണ്ടല്ലോ, ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന, ഈ സമുദായത്തെ വിറ്റ് തിന്നുന്ന കുറെ നാറികളുണ്ടല്ലോ, നീയൊക്കെയാണ് ഇത് കേൾക്കേണ്ടത്. ഇതിനു മുമ്പും ഈ അച്ഛൻ ഈ മണിപ്പൂർ കലാപം നടന്ന സമയത്തും ഒക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ ആണെന്നുള്ളത് അവരുടെ വിചാരധാരയിൽ എത്ര കൃത്യമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ സംഘപരിവാറിന് പാദസേവ ചെയ്തു കൊടുത്തിട്ട് അവരിൽ നിന്നും കിട്ടുന്ന അപ്പി നുണഞ്ഞിട്ട് ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന നാറികളെ, എൻ്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റപ്പെടുത്തണം. കാരണം ഇലക്ഷൻ എടുക്കുമ്പോൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹമുണ്ടല്ലോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ ഇന്ത്യയുടെ കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതൊക്കെ വിലയിരുത്തി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും അച്ഛൻ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ബിഗ് സല്യൂട്ട് അച്ഛ. ഇതുപോലുള്ള നല്ല പുരോഹിതന്മാർ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ഈ സമുദായവും രക്ഷപ്പെടൂ. അതേത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും കൊള്ളാം. നല്ലതിനെ തിരഞ്ഞെടുക്കുക, ചീത്തയെ നമ്മൾ തള്ളിക്കളയുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.